ഹായ്, എല്ലാവർക്കും നമസ്കാരം. കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരരാൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ ആരതി മീഡിയയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖം കാണാനിടയായി. ആ അഭിമുഖത്തിന് താഴെ ഒരുപാട് ആളുകൾ ആ കുട്ടിയെ ചീത്ത വിളിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ടാണോ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് പറയാൻ വരുന്നത്? നല്ല ഡ്രസ്സ് ഇട്ടിട്ടാണോ ഇതൊക്കെ പറയാൻ വരുന്നത്? അതുപോലെ ഒരു തുള്ളി കണ്ണുനീര് പോലും ഇല്ല, ഒരു വിഷമവും ഇല്ല മുഖത്ത്. അച്ഛൻ്റെ മരണം പറയുന്ന പെൺകുട്ടി ഇങ്ങനെയാണോ പറയേണ്ടത്? കുറച്ച് വിഷമമൊക്കെ ആവാം എന്നൊക്കെ തരത്തിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് അച്ഛനായിക്കോട്ടെ, ആരായിക്കോട്ടെ, മകനായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആര് മരിച്ചാലും 4 ദിവസം ഒരേ ഡ്രസ്സ് ഇട്ട് 4 ദിവസം കുളിക്കാതെ ഇരുന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്തത് എന്ത്, അടുത്ത സെക്കൻഡിൽ അടുത്തത് എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നോർത്തിലൊക്കെ അതൊക്കെ എപ്പോഴേ വന്നു കഴിഞ്ഞു. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വളരെ വൃത്തിയും ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് നല്ല നീറ്റായി തലമുടിയൊക്കെ കെട്ടിവെച്ച് വൃത്തിയായിട്ടാണ് ആ മൃതദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുക. അത് ആരായിക്കോട്ടെ, സാധാരണക്കാരായ വ്യക്തിയാണെങ്കിൽ കൂടി അവരങ്ങനെയാണ് ആ മൃതദേഹത്തിൻ്റെ അരികിൽ വന്നിരിക്കുക. പക്ഷേ നമ്മളുടെ ഇവിടെ നേരം വെളുക്കാത്ത കുറച്ച് ആളുകൾ ഇപ്പോഴും ആ പഴയ രീതിയിൽ പോകണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖമുണ്ടേ, എനിക്ക് സങ്കടമുണ്ടേ എന്ന് അറിയിക്കാൻ വേണ്ടി നെഞ്ചത്തടിച്ച് കാറി കൂവി നിലവിളിച്ച് 4 ആളെ കാണിക്കണം, 4 ദിവസം കുളിക്കാതിരിക്കണം, 4 ദിവസം വസ്ത്രം മാറാതിരിക്കണം എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇടുന്നത്. അല്ലാതെ ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി, അവൾ വളരെ ബോൾഡായിട്ട് അവൾ നേരിട്ട ആ ഭീകരവാദത്തെ അഭിനന്ദിക്കുന്നതിന് പകരം, കാരണം സ്വന്തം അച്ഛനെ ഭീകരവാദികൾ കൺമുന്നിലിട്ട് ചുട്ടുകൊല്ലുകയാണ്. വെടിവെച്ച് ഒറ്റ ഷോട്ടിൽ തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛനെ കൊന്നിട്ട് അവിടെ നിന്ന് പകച്ച് നിൽക്കാതെ 2 കുഞ്ഞുങ്ങളെയെങ്കിലും രക്ഷിക്കണം, 2 മക്കൾ കൂടെയുണ്ട്, അവരെയെങ്കിലും രക്ഷിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മക്കളെയും കൊണ്ട് കാട്ടിലൂടെ ഓടിയെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അതുപോലെ കാല് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോണ ഒരു ചതുപ്പ് പോലെയുള്ള മണ്ണ് നിറഞ്ഞ സ്ഥലത്രേ. ആ സ്ഥലത്ത് നിന്ന് ആ മക്കളെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് റോഡിൽ വന്ന് ഡ്രൈവറെ വിളിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ കാണിച്ച ധൈര്യം, തൻ്റെ ഇടം, അതിൻ്റെ 4-1 മതി നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം സേഫാക്കാൻ. അതൊന്നും ആരും പറഞ്ഞു കൊടുക്കുകയില്ല, അതിനെപ്പറ്റി ആരും പറയുകയില്ല. ആ പെൺകുട്ടിയുടെ തൻ്റെ ഇടം കണ്ടുപിടിക്കുക, ഇങ്ങനെയാണ് വേണ്ടത്, ഇത്രയും ധൈര്യശാലിയായിട്ടുള്ള പെൺകുട്ടികളാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് എന്ന് പറയുന്നതിന് പകരം, അവൾ ഈ സിറ്റുവേഷനെ എത്ര ബോൾഡായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവൾ ലിപ്സ്റ്റിക് ഇട്ടു, മേക്കപ്പ് ഇട്ടു, കണ്ണുനീരില്ല, അവളുടെ സ്വന്തം അച്ഛൻ തന്നെയാണോ, അച്ഛൻ മരിച്ചത് ഇങ്ങനെയാണോ പറയേണ്ടത് തുടങ്ങിയിട്ട് വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകൾ. ഒരു കാര്യം മാത്രം അവരതിൽ നിന്ന് വായിച്ചെടുത്താൽ മതി. കാരണം ആ പെൺകുട്ടി പറയുന്ന വാക്കുകളിൽ അവൾ പറയുന്നുണ്ട്, ഞാൻ രക്ഷപ്പെട്ട് ഓടി എൻ്റെ ഡ്രൈവറെ അടുത്ത് വന്നു, 2 ഡ്രൈവർമാരും വളരെ സേഫായിട്ട് സുരക്ഷിതമായിട്ടാണ് എന്നെ അവിടെ സംരക്ഷിച്ചത്, അവർ മോർച്ചറിയിൽ പോകാനും ഐഡൻറ്റിഫിക്കേഷനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ എൻ്റെ കൂടെ നിന്നു, എൻ്റെ ബ്രദേഴ്സിനെ പോലെ. എയർപോർട്ടിൽ അവരെന്നെ കൊണ്ടാക്കിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് കാശ്മീരിൽ 2 ബ്രദേഴ്സിനെ കിട്ടി എന്നാണ്, അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ഈ കമൻറ്റ് ബോക്സിൽ ഇത്തരത്തിൽ കമൻ്റ് ഇടുന്ന ആളുകളെ പോലെയുള്ള മനസ്സുള്ള ചിന്താഗതിയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം തൻ്റെ അച്ഛനെ മതം ചോദിച്ച് കൊന്ന അതേ മതത്തിൽപ്പെട്ട 2 ആളുകളാണ് അവളെ സഹായിക്കാൻ കൂടെ നിന്നല്ലേ അവരെ ഡ്രൈവർ, അതേ ആളുകൾ തന്നെയാണ്, അതേ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ മതം ചോദിച്ച് തൻ്റെ അച്ഛനെ തന്നെ കൺമുന്നിട്ട് കൊന്നു. തൻ്റെ മക്കളുടെ ജീവൻ രക്ഷപ്പെട്ടതാണ് എങ്ങനെയോ, തൻ്റെ ജീവനും രക്ഷപ്പെടുത്തിയെടുത്തതാണ് എങ്ങനെയോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ അതിജീവിച്ച് നിൽക്കുമ്പോൾ തൻ്റെ കൺമുന്നിലുള്ള അതേ മതത്തിൽപ്പെട്ട ആളുകളെ കാണുമ്പോൾ അഭിനന്ദിക്കുക പോയിട്ടൊരു നല്ല വാക്ക് പോലും, എത്ര സഹായം ചെയ്താലും നല്ല വാക്ക് പോലും പറയാൻ ചില ആളുകൾക്ക് മടി കാണും അല്ലേ. പക്ഷേ അതിനൊന്നും തയ്യാറാവാതെ അവരോട് നന്ദി അറിയിക്കുകയും അവരെ അള്ളാഹു രക്ഷിക്കുകയും ചെയ്യുന്നു പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് അവളെന്ന് ഈ കമൻ്റ് ഇടുന്നവർ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. അവൾ ആ പറയുന്ന വാക്കുകൾ മുഴുവൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ആ പെൺകുട്ടി എത്ര നന്മ നിറഞ്ഞവളും എത്ര ബോൾഡുമാണെന്നുള്ളത് ചിന്തിക്കാൻ അല്ലേ. അങ്ങനെ പറയാൻ എത്ര പേർക്ക് മനസ്സ് കാണും? ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഈ സംഭവം അറിഞ്ഞ ശേഷം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. മതം തലയ്ക്ക് പിടിച്ച കുറേ ഭ്രാന്തന്മാരാണ് ഇതിന് പുറകിലെന്ന് ചിന്തിക്കുന്നതിന് പകരം എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. കമൻറ്റ് ബോക്സൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വർഗീയ ലഹള ഉണ്ടാകുന്ന തരത്തിലുള്ള പല കമൻറ്റുകളും പല ആൾക്കാരും പാസ്സാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ കുട്ടിയെ അധിക്ഷേപിക്കുന്നവരും ചെയ്യുന്നത്. അവളുടെ നഷ്ടം വേറെ ആർക്കും വരുന്നില്ല.
അവളുടെ അച്ഛനാണിത്, അവളുടെ സ്വന്തം അച്ഛനാണ്. ആ നഷ്ടത്തോളം വേറെ ആർക്കും നഷ്ടം വരാനില്ല. ഈ കമൻ്റ് ഇടുന്നവർക്കോ അഭിപ്രായം പറയുന്നവർക്കോ ഒന്നും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന്, അത്രയും ഭീകരമായൊരു സിറ്റുവേഷനിൽ നിന്ന് അമ്മയെ അച്ഛൻ്റെ മരണവിവരം അറിയിക്കാതെ നാട്ടിലെത്തിക്കാൻ ആ മകള് കാണിച്ച തൻ്റെ ഇടം, അതിനെ അഭിനന്ദിക്കൂ. അതിനെ കുറ്റം പറയാതെ ആ ഒരു പ്രവൃത്തിയെ, അവളുടെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങളെ, പ്രവൃത്തികളെ അഭിനന്ദിക്കുക. അല്ലാതെ അവളെ ലിപ്സ്റ്റിക് ഇട്ടു, ലിപ്സ്റ്റിക്കിലോ മേക്കപ്പിലോ ഒന്നുമല്ല, കുറച്ച് വൃത്തിയായിട്ട്. കാരണം ഈ സംഭവം നടന്ന അന്ന് മുതൽ ഈ പെൺകുട്ടിയെ മീഡിയക്കാർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവൾ തന്നെ പറയുന്നുണ്ട്. അവരുടെ ഒരു കോളും ഇവൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താ നമുക്കൊക്കെ മനസ്സിലാവും. അവൾ അഭിമുഖീകരിച്ച പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ കുറേ സമയമെടുക്കും അല്ലേ. പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്കിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ സമയമെടുക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്ന മീഡിയയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൽ നിന്ന് പുറത്തു വന്ന് താൻ തന്നെ ഒന്ന് സമാധാനമാവട്ടെ എന്ന് കരുതി ഒന്ന് സമാധാനമായ ശേഷമാണ് അവൾ മീഡിയയുടെ മുന്നിൽ പ്രസൻ്റ് ആയതും കാര്യങ്ങൾ അവതരിപ്പിച്ചതും. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ക്യാമറയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് മുഷിഞ്ഞ തുണിയിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയല്ല ചെയ്തത്. വളരെ ബോൾഡായിട്ടുള്ള മെച്ചുവേർഡായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്യണമോ അത് തന്നെയാണ് ആ പെൺകുട്ടി വന്ന് മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ മേജർ രവി ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേജർ രവി പറഞ്ഞെന്താണ്, ആ പെൺകുട്ടി അമ്മയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും, ഞാൻ തന്നെ കരഞ്ഞു പോയി, അപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടിട്ട് കരഞ്ഞു പോയി. പക്ഷേ അവരെന്നോട് പറയാണ് കരയണ്ട, കരയരുത്, എന്തിനാണ് കരയുന്നതെന്ന് ആ അമ്മയും മകളും ചോദിക്കുകയാണ്. അമ്മ ജയ് ഹിന്ദ് വിളിക്കുകയാണ്. മകൾ വളരെ ബോൾഡായിട്ടാണ് ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടു പഠിക്കണം. ആ മകളെ അങ്ങനെ വളർത്തിയ അച്ഛനെ അഭിമാനിക്കണം. അത്രയും ബോൾഡായിട്ടുള്ള, ധൈര്യശാലിയായിട്ടുള്ള, രാജ്യത്തിനോട് പ്രതിബദ്ധതയുള്ളൊരു മകളും ഒരു ഭാര്യയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വളരെ ഭാഗ്യവാനായിട്ടുള്ള മനുഷ്യനാണെന്ന് മേജർ രവി പറയുന്നത് സത്യമാണ്. ആ മകളുടെ വാക്കുകളിലുണ്ട് ആ അച്ഛനോടുള്ള സ്നേഹം. അത് തിരിച്ചറിയാത്തവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. അത് ആ മകളെയോ ആ വീട്ടുകാരെയോ ആ അച്ഛനെയോ അല്ലെങ്കിൽ ആ ഭാര്യയോ ഒന്നും ബാധിക്കില്ല. അത് തിരിച്ചറിയുന്നവർ ഒരുപാട് പേരുണ്ട്. ഈ പൊട്ടക്കിണറ്റിലെ തവള എന്നും പൊട്ടക്കിണറ്റിലാണെന്ന് പറയില്ലേ, അതുപോലെ ചില ആളുകളുടെ എന്ത് സംഭവം നടന്നാലും അതിൻ്റെ സത്യാവസ്ഥയോ അത് അനുഭവിച്ചവരുടെ മാനസികാവസ്ഥയോ ഒന്നും തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാനായിട്ടൊരു കാരണം കണ്ടുപിടിക്കുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ചില ആളുകളാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും തിരുത്താൻ നമുക്കിനി കഴിയേയില്ല. കാരണം കാലമൊക്കെ എന്നോ മാറിപ്പോയി എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അത് തിരിച്ചറിയാത്ത കുറേ മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ആ പെൺകുട്ടിയും വീട്ടുകാരെയും കുറ്റം പറയാനും ഇതുപോലെയുള്ള നുണയും കൊതിയൊക്കെ പറയാനും ഇറങ്ങിത്തിരിക്കും. അവരുടെ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുക. കാരണം ഓരോ അമ്മയും അച്ഛനും ആഗ്രഹിക്കും ഇത്രയും ബോൾഡായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മകൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ. കാരണം കാര്യങ്ങൾ ഇത്രയധികം തന്മയത്വത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലുണ്ടാവുമെന്ന് പറഞ്ഞാൽ അഭിമാനിക്കാനുള്ള കാര്യം തന്നെയാണ്. അത് ആ അച്ഛനും പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. അത് തന്നെയാണെന്ന് മേജർ രവിയും പറഞ്ഞത്. അത്രയും ബോൾഡായിട്ടുള്ളൊരു മകളാണ്. കാരണം ആ സിറ്റുവേഷനെ അത്രയും തന്മയത്വത്തോടു കൂടി മാനേജ് ചെയ്ത ഒരു മകളാണ്. ആ ആരതിയെ ഓർത്തിട്ട് നമുക്ക് വളരെയധികം അഭിമാനം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അതൊരു പ്രശ്നമേ അല്ല.